ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ഇതിലൂടെ ഒന്നും നേടാനില്ല. ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ഒരു വിനോദത്തിന് വേണ്ടിയോ സൗഹൃദ ബന്ധങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയോ മാനസിക സമ്മർദ്ദങ്ങളും ഏകാന്തതയും മറക്കുന്നതിന് വേണ്ടിയോ ഇന്ന് പലരും ലഹരി പദാർത്ഥങ്ങളിലേക്ക് തിരിയുന്നു. ലഹരിയിൽ ആശ്വാസം തേടുന്നത് വാസ്തവത്തിൽ വിവേകമല്ല, മറിച്ച് അതുണ്ടാക്കുന്ന വിപത്തുകൾ തിരിച്ചറിഞ്ഞ് സ്വന്തം മനസ്സിനെ ഈ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കണം. മോഡേൺ റിസർച്ച് സൂചിപ്പിക്കുന്നത് ഒരു സിഗരറ്റ് കത്തിക്കുമ്പോൾ 7000-ലധികം കെമിക്കൽസ് റിലീസാകുന്നു എന്നാണ്. ഇതിൽ 100 കണക്കിന് രാസവസ്തുക്കൾ വിഷപദാർത്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നു. അതിൽ 70-ലധികം കെമിക്കൽസ് ക്യാൻസറിന് കാരണമാകുന്ന കാർസിനോജൻസാണ്. ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ടോക്സിക് കെമിക്കൽസ് കാരണമാകുന്നു. ഒരു സിഗരറ്റിൻ്റെ പുക ശരീരത്തിലേക്ക് കടന്നാൽ ഏതാനും സെക്കൻഡിനുള്ളിൽ തന്നെ നിക്കോട്ടിൻ എന്ന കെമിക്കൽ കോമ്പൗണ്ട് ബ്രെയിനിലെത്തുന്നു. ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന ഫീൽ ഗുഡ് ഹോർമോൺ റിലീസാകുന്നു. ഇതിലൂടെ കുറച്ച് സമയത്തേക്ക് സന്തോഷമോ ഒരാശ്വാസമോ ലഭിക്കുന്നത് പോലെ തോന്നാം. നിക്കോട്ടിൻ അഡ്രീനൽ ഗ്ലാൻസിനെയും ഉത്തേജിപ്പിച്ച് അഡ്രിനാലിൻ പുറപ്പെടുവിക്കുന്നു. അതിലൂടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും താൽക്കാലികമായ ഉന്മേഷവും ഒരു ജാഗ്രതയും അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ അനുഭവങ്ങളെല്ലാം താൽക്കാലികമാണ്. പിന്നീട് വീണ്ടും വീണ്ടും അതേ അനുഭവം മനസ്സ് തേടുവാൻ തുടങ്ങുന്നു. ഇങ്ങനെ പുകവലി ഒരു ശീലമാകുകയും ആ ശീലം ഒരു ആവശ്യമായി മാറുകയും അവസാനം ഇതിൻ്റെ അടിമത്തം ഉണ്ടാവുകയും ചെയ്യും. പുകവലി മാത്രമല്ല, പുകയിൽ അടങ്ങിയിരിക്കുന്ന പാൻ മസാല പോലുള്ള മറ്റു പദാർത്ഥങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. പുകവലി ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുക്കുന്ന അതേ നിമിഷം മുതൽ തന്നെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ ആരംഭിക്കുന്നു. ആവശ്യമെങ്കിൽ കൗൺസിലിംഗ്, മെഡിക്കൽ ചികിത്സാ രീതികൾ എന്നിവ സ്വീകരിക്കാവുന്നതാണ്. ഇതിനു പുറമെ നമ്മുടെ വിവേകം ഉണർത്തുകയും മനസ്സിന് ഉത്സാഹം പകരുകയും ചെയ്യുന്ന നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും ദിവസവും മെഡിറ്റേഷൻ അഭ്യസിക്കുന്നതും വളരെ ഗുണകരമാണ്. ഒരു ഉറച്ച നല്ല തീരുമാനം ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായി മാറാം. മിതമായ അളവിൽ മദ്യം സുരക്ഷിതമാണ് എന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഭിപ്രായത്തിൽ ആരോഗ്യത്തിന് സുരക്ഷിതമായ മദ്യത്തിൻ്റെ അളവ് എന്നൊന്നില്ല. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് അപകട സാധ്യത ആരംഭിക്കുന്നത് ആദ്യ തുള്ളി മദ്യം കഴിക്കുന്ന നിമിഷം മുതൽ തന്നെയാണ്. ഇത് WHO വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു. മദ്യത്തിൻ്റെ ഗുണമേന്മയോ വിലയോ എന്ത് തന്നെയായാലും ഏതളവിൽ മദ്യം കഴിച്ചാലും അത് ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നിട്ടും മദ്യം വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ലഹരി പദാർത്ഥമാണ്. പല പല ആഘോഷവേളകളിൽ ഇന്ന് മദ്യത്തിൻ്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. മാനസിക സമ്മർദ്ദമായിരിക്കാം ഒരുപക്ഷെ മദ്യപാനത്തിലേക്ക് നയിച്ചതെങ്കിൽ പോലും മദ്യം ഒരിക്കലും സമ്മർദ്ദത്തിന് ഒരു പരിഹാരമല്ല. മദ്യം ആരോഗ്യത്തെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. ലിവറിലെ സെൽസിന് കേടുവരുത്തുന്നു. ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ, കരൾ ക്യാൻസർ, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, ഓർമ്മക്കുറവ്,
ഡിപ്രഷൻ, ആങ്സൈറ്റി, ക്യാൻസർ ഇതെല്ലാം അമിതമായ മദ്യപാനത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. മദ്യപാനത്തിൽ പതിയിരിക്കുന്ന അപകട സാധ്യതകളെയും അത് ഉപേക്ഷിക്കുന്നതിലൂടെയുള്ള നേട്ടങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കി മദ്യാസക്തിയെ അതിജീവിക്കാൻ ഒരു വ്യക്തമായ തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ്. മദ്യപാനം നിർത്തുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരുന്നു, ആരോഗ്യം മെച്ചപ്പെടുന്നു, ബന്ധങ്ങൾ നേരെയാകുന്നു, ജോലികൾ കൃത്യനിഷ്ഠതയോടെ ഏകാഗ്രതയോടെ ചെയ്യുവാൻ സാധിക്കുന്നു, പല ശാരീരിക ബുദ്ധിമുട്ടുകളും അപ്രത്യക്ഷമാകുന്നു, ആയുസ് വർദ്ധിക്കുന്നു. ഇനി അഥവാ കടുത്ത മദ്യാസക്തി ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെയും കൗൺസിലർമാരുടെയും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൻ്റെയും സഹായം തേടാവുന്നതാണ്. ഇങ്ങനെയുള്ള സഹായം തേടുന്നത് ഒരു ദൗർബല്യമല്ല, അത് ധൈര്യത്തിൻ്റെ അടയാളമാണ്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതീവ ഗുരുതരമാണ്. ഹൃദയാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം, ശ്വാസകോശ പ്രശ്നങ്ങൾ, കരൾ രോഗങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഉത്കണ്ഠ, വിഷാദം, സംശയരോഗം, ആത്മഹത്യാ പ്രവണത, കുറ്റകൃത്യവാസന ഇവയെല്ലാം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങളാണ്. പ്രത്യേകിച്ച് കൗമാരക്കാരും യുവാക്കളുമാണ് ഇതിൻ്റെ ഇരയായി മാറുന്നത്. പുകവലിയോ മദ്യപാനമോ ഡ്രഗ് അഡിക്ഷനോ ആയാലും ഇതെല്ലാം മാറ്റിയെടുക്കുന്നതിൽ ഉപബോധ മനസ്സും ബ്രെയിനിലെ ന്യൂറൽ പാത്വേസും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പഴയ മോശം ശീലങ്ങൾക്ക് പകരമായി നല്ല ചിന്തകളും പ്രവൃത്തിയും ബോധപൂർവം പരിശീലിക്കുകയാണെങ്കിൽ മസ്തിഷ്കത്തിൽ പുതിയ ന്യൂറൽ പാത്വേ രൂപപ്പെടും. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പുതിയ സ്വഭാവ സംസ്കാരം രൂപപ്പെടുകയും ചെയ്യും. ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഒരു മോചനം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനോടുള്ള ക്രേവിങ്സിൻ്റെ കാഠിന്യമനുസരിച്ച് മെഡിക്കൽ സപ്പോർട്ട് എടുക്കുന്നതിനോടൊപ്പം തന്നെ ദിവസവും രാവിലെ പോസിറ്റീവ് അഫർമേഷൻസും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമാണ്. ഈ മെഡിറ്റേഷൻ പ്രാക്ടീസും പോസിറ്റീവ് അഫർമേഷൻസിൻ്റെയും ഒരു ചെറിയൊരു വിവരണം നൽകാം. ശാന്തമായ ഒരു സ്ഥാനത്ത് റിലാക്സ്ഡായി ഇരിക്കുക. എന്നിട്ട് സ്വന്തം മനസ്സിനോട് പറയുക, എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ്, ഞാൻ ശക്തനാണ്, എനിക്ക് ലഹരിയെ അതിജീവിക്കുവാൻ കഴിയും, ഞാൻ ആരോഗ്യകരമായ ജീവിതം തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നടത്തണം. അതേപോലെ സ്ഥിരമായി ധ്യാനം ചെയ്യുന്നത് ചിന്തകളെ നിയന്ത്രിക്കുവാൻ പഠിപ്പിക്കും. ഈ 2 പവർഫുൾ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലഹരിമുക്ത ജീവിതം സാധ്യമാകും. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മെഡിറ്റേഷൻ അഭ്യസിക്കുന്നതിന് വേണ്ടി പ്രശാന്തമായ ഒരു സ്ഥാനത്തിരുന്ന് മനസ്സിനെ പുരിക മധ്യത്തിൽ ഏകാഗ്രമാക്കൂ. ശരീരം വളരെ റിലാക്സ്ഡാക്കി ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം മെല്ലെ പുറത്തേക്ക് വിടുക. പിന്നെ ബോധപൂർവം ചില സങ്കല്പങ്ങൾ കൊണ്ടുവരണം. എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ്, ഞാൻ എൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നു, എൻ്റെ മനസ്സ് കൂടുതൽ തെളിമയുള്ളതാകുന്നു, എൻ്റെ ചിന്തകൾ കൂടുതൽ പോസിറ്റീവാകുന്നു, എൻ്റെ ജീവിതം വിലപ്പെട്ടതാണ്, എൻ്റെ ആരോഗ്യം വിലപ്പെട്ടതാണ്, എൻ്റെ ബന്ധങ്ങൾ വിലപ്പെട്ടതാണ്, എൻ്റെ ഭാവി വിലപ്പെട്ടതാണ്. ഞാൻ ഓരോ ദിവസവും
കൂടുതൽ കൂടുതൽ ശക്തനാകുന്നു, സ്വതന്ത്രമാകുന്നു, സന്തുഷ്ടവും പ്രസന്നവുമാകുന്നു. ഈ പ്രപഞ്ചത്തിലെ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും ഉറവിടമായ പരമശക്തിയിലേക്ക് മനസ്സ് ഏകാഗ്രമാക്കൂ. ആ പരമശക്തിയിൽ നിന്നും പ്രകാശരൂപേണ സ്നേഹവും ശക്തിയും ശാന്തിയും വിവേകവും എൻ്റെ മനസ്സിൽ നിറയുന്നു. എൻ്റെ ചിന്തകളെ ശുദ്ധമാക്കുന്നു, എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള അഫർമേഷൻസും പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മെഡിറ്റേഷനും നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് തെറ്റായ ശീലങ്ങളിൽ പെട്ടുപോയവർക്ക് വേണ്ടി മാത്രമല്ല. അതുകൂടാതെ അനാരോഗ്യകരമായ ശീലങ്ങളുടെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ഇതൊരു മുൻകരുതലായി കണ്ട് ഈ മെഡിറ്റേഷനും പോസിറ്റീവ് ചിന്തകളും നിത്യവും പരിശീലിക്കുകയാണെങ്കിൽ അത് നമുക്ക് അർത്ഥപൂർണമായൊരു ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിനും മനസ്സിനും നൽകും.